ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോണേ. നമ്മൾ നോക്കിയപ്പോൾ വഴുതനങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നേരെ നമുക്ക് പോവാം അങ്ങോട്ട്, നമുക്കൊന്ന് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് ചേർക്കുകയാണ്. മുളക് പൊടി എന്താ പറയുക, ഒരു ഒന്നര ടീസ്പൂൺ പോലെ, 1.5 ടീസ്പൂൺ ഏകദേശം നമ്മളൊരു 3 വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നീളത്തിലുള്ള പച്ച വഴുതനങ്ങ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ പറിച്ചാണ്. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമുക്കെന്താ ഉപ്പ്, നമ്മൾ എന്തെങ്കിലും ഒരു മസാല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ നമ്മൾ മസാല പുരട്ടി വെക്കില്ലേ എന്ന രീതിയിൽ പോലെയാണ് നമ്മൾ ചെയ്യണേ. കുറച്ച് ഉപ്പൂടെ ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പോണത് കുറച്ച് തൈര്, ഒരു ചെറിയ ഒരളവിൽ മതി. നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. റെഡിയാണ്. നമ്മൾ ഒരു സ്പൂണ് അതൊക്കെ മതിയാവും, ഇതൊക്കെ ധാരാളം. നമ്മളൊരു സ്പൂൺ തൈര് ഇച്ചിരി വേണ്ടി വരുമോ? 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്പൂൺ കൂടെ എടുത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇത് നല്ലപോലെ നമ്മൾ കറക്റ്റ് ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ചേർക്കണം, എന്നാലും അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പൊക്കെ ഇച്ചിരി നിന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം തൈര് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എന്താ പറയുക, നാരങ്ങയുടെ പീസ് നീര് ചേർത്താലും മതി നമുക്ക്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 5 or 10 അല്ലെങ്കിൽ കുറച്ചു നേരം വെച്ചാൽ അത്ര നല്ലതാണ്. 10 മിനിറ്റ് ഏകദേശം വെക്കുവാണെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചധികം നേരം വെച്ചോളൂ, അത്രയ്ക്കും ടേസ്റ്റ് കൂടും. അത് ഒന്ന് എന്താ പറയുക, വഴുതനങ്ങ ഒന്ന് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ട്, ഉണക്ക ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കാണിച്ചപ്പോൾ ചെമ്മീൻ ഒന്ന് ആണ്, നമ്മൾ ചെമ്മീൻ കഴുകി എടുത്ത് വെച്ചേക്കണെയാണിത്. നമ്മളൊന്ന് അതിനൊന്ന് ചൂടാക്കി, അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ ചെമ്മീൻ ചെയ്യുമ്പോൾ വെറുതെ ഇട്ട് ചൂടാക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ച ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്, അതിൻ്റെ ഇതൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ആ ചൂടായ ചട്ടിയിൽ തന്നെ, നമ്മൾ ചെമ്മീൻ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ആ വഴുതനങ്ങ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്നെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എത്ര സമയം വെക്കാവുന്നോ അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത്, അല്ലെങ്കിൽ നമുക്ക് സമയം പോകുമല്ലോ. ഇതൊന്ന് നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അതേ വഴുതനങ്ങ ഒന്ന് ഇതായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും കുറച്ച് തൈരും കൂടെ അതിൻ്റെ മുകളിലോട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കാം. ഏകദേശം ഒന്നിങ്ങനെ പച്ചപ്പൊക്കെ മാറി അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ എന്താ പറയുക ചൂടാക്കി വെച്ച ആ ചെമ്മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചെമ്മീനിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് അതിനി ഇങ്ങനെ വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ആ ചെമ്മീനോട് ടേസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ അതുകൂടെ നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതിനോട് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാട്ടോ
ഇതാണ് നമ്മൾ എടുത്ത വഴുതനങ്ങ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ചാണ്. ഈ ഒരു വഴുതനങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വഴുതനങ്ങയാണ് എടുത്തത്. ഇത് എടുത്തിട്ടില്ല നമ്മൾ, പറിച്ച് വെച്ചതാണ് മൂത്തുകൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോക്ക്ഡൗൺ സമയത്ത് അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. വഴുതനയ്ക്ക് ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും നമ്മൾ വറ്റൽമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതിനകത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരകളിലിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇത് റെഡി ആകുമ്പോഴേക്കും ചെയ്തെടുക്കാം. ഉള്ളി മുളകൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഇനി എന്ത് ചെയ്യാം, കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇത് ഇട്ടുണ്ടോ ആ ഉള്ളിയും മുളകും കൂടെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകും മൂപ്പിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്, ഒരു രക്ഷ. അത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറിന്. ഈ മുളകും നല്ലപോലെ മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് അത് എന്ത് ചെയ്യാം, വഴുതനങ്ങ ഉണക്കച്ചെമ്മീനൊക്കെ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എന്താ പറയുക, വഴുതനങ്ങ അങ്ങനെ വഴഞ്ഞ് പോകാതെ എടുക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ നല്ല വെന്ത് കിട്ടുകയും വേണം. അപ്പോഴായിരിക്കും ഒന്ന് ടേസ്റ്റ് ആവുക. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും. ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ വരുന്നത്. എന്താണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇത് അടിപൊളി എന്താ പറയുക, ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ഉണക്കച്ചെമ്മീനും വഴുതനങ്ങയും വെച്ച് നമ്മൾ ചെയ്യുന്നത്. ആ വഴുതനങ്ങയൊക്കെ എല്ലാവർക്കും അല്ലാതെ കഴിക്കാൻ ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ട്. വേറൊന്നും പിന്നെ മസാലകൾ മാത്രമേ ഉള്ളൂ. വേറൊന്നും അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർത്തിട്ടില്ല. അതൊക്കെ നമ്മളത് തൈര് ചേർത്തിട്ടുണ്ട്. തൈരും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതായി കിട്ടിയാൽ നമുക്കൊന്ന് ഫൈനലായിട്ട് നമുക്ക് കാണിക്കാം. നമ്മുടെ വഴുതനങ്ങ ഉണക്കച്ചെമ്മീൻ മെഴുക്കുവരട്ടി അടിപ്പനായിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉമ്മ നോക്കി നല്ല ചൂടുണ്ട്, മണമുണ്ട്. എങ്ങനെയുണ്ട് ഉമ്മ? അടിപൊളിയാന്ന് പറയണേ, രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിക്കാം കേട്ടോ. നല്ല ഒരു ഞാൻ എന്തായാലും ഇത് മണം വന്നിട്ട് എനിക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യണം. എന്താ അമ്മ ചൂടുണ്ടാവും അല്ലേ? രക്ഷയില്ല കേട്ടോ, അടിപ്പൻ ടേസ്റ്റ്. അയ്യോ, അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. നമുക്കൊന്ന് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. പുള്ളി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങയും ചെമ്മീനും കൂടെയാണ് നമ്മൾ ചെയ്തേക്കണത്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ 100% ഗ്യാരണ്ടി തരാം. അത്രയ്ക്കും രുചിയുണ്ട് ഈ മെഴുക്കുവരട്ടിക്ക്. എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചൻ്റെ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവരും അഭിപ്രായം അറിയിക്കാം. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പുതിയ രുചിക്കൂട്ടുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഉമ്മച്ചീസ് കിച്ചൻ്റെ വക ഒരു ഗുഡ് ബൈ.